അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളുടെ തലക്കെട്ട് പിടിച്ചെടുത്ത രണ്ട് സംഗതികളാണ്. ഒന്ന് കടുവ. വയനാട്ടിലെ പഞ്ചാരക്കുല്ലി എന്ന സ്ഥലത്ത് കടുവ ഇറങ്ങി ഒരു സ്ത്രീയെ ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് പത്രങ്ങൾ പറയുന്നത്. കടുവകൾ പൊതുവെ മനുഷ്യരെ ആക്രമിക്കാറില്ല. ആക്രമിക്കുകയാണെങ്കിൽ തന്നെ കൊല്ലുകയല്ലാതെ തിന്നുക പതിവില്ല. നമ്മൾ ഈ കുമയൂണിലെ നരഭോജികൾ എന്ന് കേട്ടിട്ടുണ്ട്. മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയൂൺ. ജിം കോർബറ്റ് എഴുതിയ പുസ്തകമാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ ലൈബ്രറിയിൽ നിന്ന് വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ നരഭോജികളെ വേട്ടയാടാൻ പോയത്, അതിൻ്റെ സവിശേഷതകൾ എന്താണ്, ഏത് സമയത്താണ് വെടി പൊട്ടിക്കുന്നത് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട്, അഥവാ വെടി ഉന്നം തെറ്റിക്കഴിഞ്ഞാൽ ഈ വെടിവെക്കുന്നവൻ്റെ അവസ്ഥ എന്താവും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കടുവകളെ വെടിവെക്കാൻ പോയ കോർബറ്റ് പിന്നീട് കടുവകളുടെ ആരാധകനായിട്ട് മാറുകയും അദ്ദേഹം കടുവകളെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് അതിൻ്റെ അവസാന ഭാഗം. ഏതായാലും വയനാട്ടിലെ ആളുകൾ അങ്ങനെ കോർബറ്റിനുള്ള ക്ഷമയോ സഹനശക്തി ഇല്ലാത്തവരായതുകൊണ്ട് ഈ നരഭോജിയായ കടുവയെ അപ്പോൾ തന്നെ കൊല്ലണം എന്ന ആവശ്യം ഉയർന്നു. കടുവയെ വെടിവെക്കാതെ ഇനി ഒരു കളി നടക്കില്ല എന്ന് പറഞ്ഞു. അവസാനം പാവപ്പെട്ട മന്ത്രി ശശീന്ദ്രൻ പോലും സമ്മർദ്ദത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടു. കടുവ ഉടനെ തന്നെ കൂട്ടിൽ കയറണം, കൂട്ടി കയറാത്ത പക്ഷം കടുവയെ വെടിവെച്ച് കൊല്ലും എന്ന് ശശീന്ദ്രൻ മന്ത്രി. പുള്ളി പൂച്ചക്കുട്ടിയുടെ കാര്യത്തിൽ വന്നില്ല, കടുവയുടെ കാര്യത്തിൽ അഭിപ്രായമുണ്ട്. കൂട്ടി കയറിയില്ലെങ്കിൽ കടുവയെ വെടിവെക്കും എന്നൊരു ഓർഡർ ഇട്ടു. പോലീസുകാരും ഫോറസ്റ്റുകാരൊക്കെ തോക്കുമായിട്ട് കാട്ടിലും മേട്ടിലുമൊക്കെ കയറിറങ്ങി. പക്ഷേ കടുവയെ കിട്ടിയില്ല. വെടിവെക്കാൻ കൊണ്ടുപോയ തോക്ക് ആയിട്ട് അവർ തിരിച്ചു വന്നു. പക്ഷേ കടുവയുടെ മൃതദേഹം കണ്ടെത്തി. പോലീസുകാരുടെ കൈക്കറിയിൽപ്പെട്ട് മരിച്ചതല്ല, കടുവ മറ്റൊരു കടുവയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കഴുത്തിൽ മാരകമായി പരിക്കേറ്റു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത്. മറ്റൊരു കടുവ കൂടി അവിടെ ഉണ്ടെന്നും ആ കടുവ ഈ കടുവയേക്കാളും ആപൽക്കാരിയാണെന്നൊക്കെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി കോടാനുകോടി രൂപ ഓരോ കൊല്ലം ചിലവായിക്കൊണ്ടിരിക്കുകയാണ്, പ്രോജക്റ്റ് ടൈഗർ എന്ന പേരിൽ. അപ്പോഴാണ് ഇവിടെ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാരുടെ ഭാഗത്ത് ആവശ്യമുണ്ടാകുന്നത്. ആ വെടിവെക്കാനായിട്ട് മന്ത്രി ശശീന്ദ്രനാണെങ്കിൽ പോലും ഓർഡർ കൊടുക്കുന്നത്. ഏതായാലും പോലീസിന് പിടികൊടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഫോറസ്റ്റുകാരനെ വെടിയേറ്റ് മരിക്കുന്നതിനേക്കാളും ഭേദം ആത്മഹത്യയാണ് എന്ന് മനസ്സിലാക്കി ജീവനൊടുക്കിയ കടുവയ്ക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കടുവയുടെ ഭീഷണി തീരുന്നതിന് മുമ്പായിട്ട് ചെന്താമരയുടെ ഭീഷണി ഉണ്ടായി. നെന്മാറയ്ക്കടുത്ത് പാലക്കാട് ജില്ലയിലാണ്. ചെന്താമര എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, എന്തൊരു നല്ല മധുര മനോഹരമായ പേരാണ് നോക്കൂ, ചെന്താമര. അദ്ദേഹം ഒരാളെ കൊന്നതിന് ജയിലിൽ പോയി. പരോളിലല്ല, ജാമ്യത്തിലിറങ്ങിയ ആളാണ്. ജാമ്യത്ത് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ അതിർത്തിക്കകത്ത് പ്രവേശിക്കുകയും നേരത്തെ കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ മറ്റ് 2 ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇവർക്ക് ഭീഷണി ഉണ്ടെന്ന് അവർ പോലീസിൽ പരാതി കൊടുത്താണ്. പക്ഷേ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിവൃത്തിയുള്ളൂ എന്നതുകൊണ്ട് സ്ഥലം SHO കേസെടുക്കാൻ വിസമ്മതിച്ചു. ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് താക്കീത് ചെയ്യുകയോ ഗുണദോഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ട് പൊക്കോളം പറഞ്ഞു. ഇത് തന്നെ ഒരു അവസരം എന്ന് കണക്കാക്കി ഈ ചെന്താമര എന്ന് പറഞ്ഞ പ്രതി ഈ 2 പേരെ കൂടി കൊലപ്പെടുത്തി. അപ്പോഴത്തേക്ക് സംഗതി സീരിയസ് ആയി. മനോരമ ചാനൽ ഇടപെട്ടു, ഏഷ്യാനെറ്റ് ഇടപെട്ടു, മാതൃഭൂമി ഇടപെട്ടു, എല്ലാവരും ഇടപെട്ടു. ആകെ പ്രശ്നമായി. ചെന്താമരയെ ഇപ്പോൾ ക്രൂശിക്കണം. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ വെടിവെച്ചു വന്ന പോലെ ചെന്താമരയെ വെടിവെച്ചു എന്നൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. പണ്ട് ഒരാളെ കൊന്ന കേസിൽ പ്രതി അയാൾ പിന്നൊരാളെയും കൂടി കൊന്നു കഴിഞ്ഞാൽ അയാളെ തൂക്കിക്കൊല്ലാനായിട്ട് വ്യവസ്ഥ ഉണ്ടാകും. പിന്നീട് ഈ സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് റദ്ദാക്കുകയാണ്. അപ്പോൾ ഒരാളെ കൊന്ന ആൾ പിന്നെ 2 ആളെയും കൂടി കൊന്നാൽ ഈ രാജ്യത്ത് ശിക്ഷയ്ക്ക് ഇത്ര തന്നെ ഉള്ളൂ. ജീവപര്യന്തമാണ് വിധിക്കുക. എല്ലാ ജീവപര്യന്തവും കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അപ്പോൾ സംഗതി എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ചെന്താമര ഏതായാലും കാച്ചിക്കളയാൻ തീരുമാനിച്ചത്. ഇനി 2-3 പേരും കൂടി പുള്ളിക്ക് കൊല്ലാൻ മടിയൊന്നും ഉണ്ടാവില്ല. കാരണം ഒരാളെ കൊന്നാലും 9 ആളെ കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയാണ്. ആലുവയിൽ 6 ആളെ കൊന്ന ആൻ്റണി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അത് 6 ആളെ കൊന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ജസ്റ്റിസ് കമാൽ പാഷയായിരുന്നു. ഹൈക്കോടതി ശരിവെച്ചു, സുപ്രീം കോടതി ശരിവെച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ചില മനുഷ്യാവകാശ പ്രസ്ഥാനക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കി. അദ്ദേഹത്തിന് വേണ്ടി റിവ്യൂ പെറ്റീഷൻ കൊടുത്തു, പുള്ളിയെ തൂക്കണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ ഒരാളെ കൊന്നാലും 6 ആളെ കൊന്നാലും ശിക്ഷ ഒന്നും തന്നെയുള്ളൂ. അതാണ് ചെന്താമരയുടെ ധൈര്യം. പല താമരകളുടെയും ആമ്പലുകളുടെയും ഒക്കെ ധൈര്യം ഇത് തന്നെയാണ്. ശിക്ഷ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് എന്നുള്ളത്. ഏതായാലും ചെന്താമരയെ പോലീസ് പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലുള്ള കലാപരിപാടികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പോലീസുകാരെ തന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്ന കോടതികളെയും കൂടി നമ്മളൊന്ന് ആദരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് തന്നെ നമ്മുടെ കൈവെട്ട് കേസിൽ പ്രതിയായ നാസറിന് കോടതി ജാമ്യം കൊടുത്തു. നാസർ കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി. അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹൈക്കോടതി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പീൽ വാദം കേൾക്കാൻ ഇനിയും താമസിക്കും. പിന്നെ നാസറിനെ പോലെ യോഗ്യന്മാരായ ആളുകൾ ജയിലിലല്ല പുറത്താണ് ആവശ്യം എന്ന് കോടതിക്ക് തോന്നി. അതുകൊണ്ട് ഇനി മേലാരെയും കൈവെട്ടരുത് എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
എത്രയോ കൊല്ലം ഒളിവിൽ കഴിഞ്ഞിട്ടാണ് നാസറിനെ പിടികിട്ടിയ അത്ര കാലം വിചാരണ ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇദ്ദേഹത്തോട് വലിയ കരളലിവ് തോന്നി. ഒരു പാവപ്പെട്ടവനാണല്ലോ, വെറുതെ ഒരു മനുഷ്യൻ്റെ കൈവെട്ടുന്നതിന് പ്രധാന പങ്ക് വഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ, വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ സാധുവിനെ, ആ നിഷ്കളങ്കനെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി അപ്പീൽ വാദം കേട്ട് ഇദ്ദേഹം കുറ്റക്കാരനാണ്, ബാക്കി ശിക്ഷ കൂടി അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളിയെ കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ മിക്കവാറും ആറാട്ടുപുഴ ചന്ദ്രമണിക്കറിൻ്റെ അടുത്ത് പോയിട്ട് മാഷിട്ട് നോക്കേണ്ടി വരും. പണ്ട് ധർമ്മരാജൻ്റെ കേസിലും ഇങ്ങനെ സംഭവിച്ചു. സൂര്യനെല്ലി കേസിൽ പ്രധാന പ്രതിയായിരുന്നു ധർമ്മരാജൻ എന്നാണ് പേര്. ഒന്ന് ആലോചിച്ചു, കുറ്റം ബലാത്സംഗത്തിന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. പ്രധാന പ്രതിയായിരുന്നു. അദ്ദേഹത്തെ സെഷൻസ് കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. ഹൈക്കോടതിയിൽ വന്നപ്പോൾ അത് 5 കൊല്ലമാക്കി കുറച്ചു ആദ്യത്തെ സ്റ്റേജിൽ. അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ധർമ്മരാജൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പോയ വഴിയാണ്, പിന്നെ പുള്ളിയെ കിട്ടിയിട്ടില്ല. ഒരു തവണ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് പോയ ആളാണ്. പക്ഷേ ഹൈക്കോടതി ഈ ജീവപര്യന്തക്കാരനായിട്ട് പോലും പുള്ളിക്ക് കരളലിവ് തോന്നിയിട്ട് ജാമ്യം കൊടുത്തതാണ്. ആ ജാമ്യവുമായിട്ട് മുങ്ങിയ ധർമ്മരാജനെ പിന്നെ കണ്ടുകിട്ടുന്നത് ഒരുപാട് കാലത്തിന് ശേഷം പോലീസ് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് കർണാടകത്തിലെ ഏതോ പാറമടയിൽ നിന്നായിരുന്നു. ഒരു പ്രാവശ്യം കൂടി ജാമ്യത്തിന് അപേക്ഷ കൊടുത്തെങ്കിൽ കിട്ടിയേനെ. പക്ഷേ ധർമ്മരാജൻ അത്ര ചീപ്പല്ലാത്തതുകൊണ്ട് പുള്ളി കൊടുത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ പുള്ളി കേരളത്തിലെ ഏതോ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പ്രതികൾക്ക് കോടതികൾ കൈ അയച്ച് ജാമ്യം കൊടുക്കും. ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ പണ്ട് ചെയ്തേക്കാളും വലിയ ഗുണ്ടായുസം തുടർന്ന് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. പാവം നെന്മാറ SHOയെ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്ത് ചെയ്യാനാണ്? ഇത് പറയുന്ന ആളുകൾക്ക് പലതും പറയാം. ഇനി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് ചെന്താമരെ അറസ്റ്റ് ചെയ്തെങ്കിൽ മനുഷ്യാവകാശ പ്രസ്ഥാനക്കാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചാൽ നമ്മുടെ മൗദൂദി ചാനലുകാരെ അടുപ്പുകൂട്ടി ചർച്ച നടത്തിയത്. ഇപ്പോൾ ഷർജിൽ ഇമാമിന് ജാമ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കലാപവും വിലാപവുമാണ്. ഇമാം ചെയ്ത തെറ്റെന്ന് വെച്ചാൽ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പുള്ളി ആകെ ആളുകളെ അക്രമത്തിന് പ്രോത്സാഹിപ്പിച്ചു, കലാപത്തിന് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ആസാമും മേഘാലയയും ഒക്കെ ഇന്ത്യ രാജ്യത്ത് നിന്ന് വേർപെടുത്തണം എന്ന് ചിലർ പ്രസംഗം നടത്തി. ഇത്രയൊക്കെ ചെയ്തുള്ളൂ. പക്ഷേ പാവപ്പെട്ടവൻ 5 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ആ സാധുവിനെ മോചിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദാവൂദ് സംഘം അടുപ്പൂട്ടി ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ട് കടുവയെ വെടിവെച്ച് വരണം, ചെന്താമരയെ വെടിവെച്ച് വരണം എന്നൊക്കെ മറുപടി കൂടി പറയുകയും ചെയ്യും. ഏതായാലും സംഗതികൾ ജോറായിട്ട് നടക്കുന്നു, ഇനിയും ജോറായിട്ട് നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.